ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ല മത്സരത്തെക്കുറിച്ചും EPLന്റെ ടോപ്പ് 4 കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ആ ഒരു അവസാന സ്പോട്ടിൽ ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് സിറ്റി മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം സിറ്റി ഈസി ആയിട്ട് ജയിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ആസ്റ്റൺ വില്ല നല്ലൊരു ഫൈറ്റ് തന്നെയാണ് ഇന്നലെ കൊടുത്തിട്ടുള്ളത്. അവസാന നിമിഷം വരെ 1-1 എന്ന രീതിയിൽ കളി മുമ്പോട്ട് പോയി. ഇഞ്ചുറി ടൈമിന്റെ ഏതാണ്ട് അവസാന മിനിറ്റിലാണ് മത്തായിസ് ന്യൂനസ് ഒരു കിടിലൻ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് 2-1 സിറ്റിയെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ മാച്ചിന്റെ ഓവറോൾ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഓവറോൾ കൺട്രോൾ ചെയ്തത് സിറ്റി തന്നെയാണ്. ഒഫൻസീവലി കൂടുതൽ ചാൻസുകൾ സിറ്റി ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ് നമ്മൾ പണ്ട് കാണാറുള്ള ഒരു ഷോർട്ട് പാസും വളരെ കൂടുതൽ കൺവേർഷൻ റേറ്റും ഒക്കെ സിറ്റിയുടെ സൈഡിൽ നിന്ന് ഇപ്പൊ കാണുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. റാഷ്ഫോർഡിന്റെ ഇന്നലത്തെ പെർഫോമൻസ്, പുള്ളി വില്ലയിലേക്ക് പോയതിനു ശേഷം ഒരു നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ പുള്ളിക്ക് ഒരു ഫ്രീ ഹാൻഡ് പലപ്പോഴും വില്ല കൊടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ പുള്ളിയുടെ ഒരു കിടിലം ഷോട്ട് വുഡ് വർക്ക് ടെസ്റ്റ് ചെയ്തു, ഡിഫ്ലക്റ്റ് ആയിട്ട് പോയി. 1-2 കിടിലൻ ചാൻസുകൾ പുള്ളി ക്രിയേറ്റ് ചെയ്തു, ഒരു പെനാൾട്ടി കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് നമ്മൾ റാഷ്ഫോർഡിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. കളി തുടങ്ങി, കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ബെർണാഡോ സിൽവയുടെ ഒരു ബ്രില്യൻ ഗോളോടെയാണ് സിറ്റി തുടങ്ങിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ ആസ്റ്റൺ വില്ല കളിയിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെനാൽറ്റി ഓപ്പർച്യൂണിറ്റി റാഷ്ഫോർഡ് കൺവേർട്ട് ചെയ്യുന്നു. ആ പെനാൽറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് പെനാൽറ്റി ആയിട്ടാണ് തോന്നുന്നത്. പിറകിന്ന് വന്ന് കാലി ചവിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പാർ ഇന്റർവ്യൂൻ ചെയ്തു, പെനാൽറ്റി കൊടുത്തു. റാഷ്ഫോർഡിന്റെ കിടിലം ഫിനിഷിംഗ് കൂടെ വന്നതോടെ 1-1 എന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എടുത്തു പറയേണ്ട 1-2 പ്ലേയേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടുള്ള ഒമർ മാർമുഷ് ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവന്നു. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 1-2 മൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സബ്സ്റ്റിറ്റ്യൂഷനോടെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് വിങ്ങിൽ ഒരു ടെററായിട്ട് മാറിയിട്ടുള്ള ഡോക്കുവിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ സ്പീഡ് പലപ്പോഴും സിറ്റിക്ക് ഗുണം ചെയ്യാറുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ പുള്ളി അത്ര പോരാ. ഇന്നലെ ഡോക്കു ആണ് അവസാന നിമിഷത്തിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണ് ലെഫ്റ്റ് വിങ്ങിലൂടെ കൊണ്ടുവരുന്നു, ഒരു സ്ക്വയർ പാസ് പോസ്റ്റിലേക്ക് ഇടുന്നു. എനിക്ക് തോന്നുന്നു വില്ലയുടെ ഡിഫൻഡേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ബോൾ ആയിരുന്നു, അവരൊക്കെ ലീവ് ചെയ്തു. ഈ സമയത്താണ് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം മത്തായിസ് ന്യൂനിസ് ഉണ്ടായിരുന്നത്. പുള്ളിക്കൊരു ഈസി ആയിട്ടുള്ള ഫിനിഷിംഗ് കൂടി വന്നതോടെ ഏതാണ്ട് ഇഞ്ചുറി ടൈമിൽ സിറ്റി കളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ പെപ്പിന്റെ സെലിബ്രേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പടിച്ച പോലെയാണ് പുള്ളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും ടോപ്പ് 4 സ്പോട്ട് ഈ സീസണിൽ കിട്ടാൻ വേണ്ടി സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മാരക എഫേർട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒഫൻസീവ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് ചാൻസുകൾ സിറ്റി മിസ് ചെയ്തു. ഡിബ്രോണർ 1-2 ചാൻസ് ഉണ്ടായിരുന്നു, ബെർണാഡോ സിൽവയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു, മാർമുഷിന് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോ ടോപ്പ് 4 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ല 57 പോയിന്റുമായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 34 മത്സരം കഴിഞ്ഞപ്പോൾ സിറ്റി ഇപ്പോഴും ടോപ്പ് 4 തന്നെ ഉണ്ട്. ന്യൂകാസിലിനും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണമെങ്കിൽ സിറ്റിയെ ചലഞ്ച് ചെയ്യാവുന്ന സിറ്റുവേഷൻ ആണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന 4-5 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ കുറച്ച് ടീമിന് 5 മത്സരങ്ങൾ ഉണ്ട്, സിറ്റിക്കാണെങ്കിൽ ഇനി 4 മാച്ചുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മാച്ചിലെല്ലാം വിജയിക്കുകയാണെങ്കിൽ ടോപ്പ് 4 സ്പോട്ട് ചിലപ്പോൾ ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ 5th സ്പോട്ടിലുള്ള ടീമിനും ഈ വർഷം ചിലപ്പോൾ UCL കഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെൽസി ആയാലും താഴെ നിൽക്കുന്ന ആസ്റ്റൺ വില്ലക്കായാലും ഒന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടോപ്പ് 5 സ്പോട്ടിലൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാ ടീമുകൾക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. 4 ടീമുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ന്യൂകാസിൽ യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ചെൽസി ഇവർക്കൊക്കെ തുല്യമായിട്ടുള്ള ഒരു സാധ്യതയാണ്. ചില ടീമുകളൊക്കെ ഇപ്പൊ പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവസാനത്തെ 4 മത്സരങ്ങൾ അല്ലെങ്കിൽ 5 മത്സരങ്ങൾ വളരെ വളരെ ക്രൂഷ്യലാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ 4ാമത്തെ സ്പോട്ടിലേക്ക് ഏത് ടീം വരുമെന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.